മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശാന്തി കൃഷ്ണ. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരാൾ കൂടിയാണ് അവർ. 80കളിൽ തന്റെ കരിയർ തുടങ്ങിയ ശാന്തി ഇന്നും സിനിമയിൽ സജീവമാണ്. ചകോരം എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയ നടിയാണ് അവർ. 3 തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി ഒന്നിലധികം ചിത്രങ്ങളിൽ ശാന്തി കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമയിലേക്കുള്ള 2ാം വരവിൽ കൂടുതലും അമ്മ വേഷങ്ങളാണ് ശാന്തി കൃഷ്ണ ചെയ്യുന്നത്. ഇപ്പോൾ തനിക്ക് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ് അവർ. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി അഭിനയിക്കാൻ എനിക്കിന്നും ആഗ്രഹമുണ്ട്. എന്നാൽ വിളിക്കണ്ടേ, അവർക്കും കൂടെ തോന്നണ്ടേ എന്നെ നായികയാക്കണമെന്ന്. മോഹൻലാലും മമ്മൂട്ടിയും എന്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറാവണ്ടേ? അവരൊക്കെ നോക്കുമ്പോൾ നിവിൻ പോളിയുടെയൊക്കെ അമ്മയാണ്. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകും, ശാന്തി കൃഷ്ണ പറഞ്ഞു. ശോഭന ഇന്നും നായികയാണെന്നും തുടരും എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചില്ലേ എന്നും ശാന്തി കൃഷ്ണ പറയുന്നു. ശോഭന ആരുടെ അമ്മയായി അഭിനയിച്ചില്ലെന്നും ശാന്തി പറഞ്ഞു. താൻ അമ്മയായി അഭിനയിച്ചാലും ഇന്നും മമ്മൂട്ടിയോ മോഹൻലാലിന്റെയോ നായികയായി താൻ അഭിനയിച്ചാൽ മലയാളി പ്രേക്ഷകർ അത് അംഗീകരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശാന്തി കൃഷ്ണ. 2017 ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ നിവിൻ പോളിയുടെ അമ്മയായി അഭിനയിച്ചാണ് ശാന്തി കൃഷ്ണ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്.